പ്രിയ വിദ്യാർത്ഥികളെ, കാൽക്കുലസ് ഓഫ് വെക്റ്റർ ഫംഗ്ഷൻ എന്ന ചാപ്റ്റർ ആയിരുന്നു നമ്മൾ ഏകദേശം 12 ക്ലാസ്സുകളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മുടെ അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് പ്രവേശിക്കുകയാണ്. 3 തിയറം ബേസ് ചെയ്തിട്ടാണ് ഇനിയുള്ള എല്ലാ പ്രോബ്ലംസും നമ്മൾ ചെയ്യാൻ പോണത്. ഓക്കെ, ഷുവർ ക്വസ്റ്റ്യൻ ആണ്. യൂണിവേഴ്സിറ്റി എക്സാമിന് എപ്പോഴും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കുന്ന 3 ക്വസ്റ്റ്യൻസ് ആണ് ഈ 3 തിയറം ആയി ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഓക്കെ, നമുക്ക് ഈ 3 തിയറം ഫസ്റ്റ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. ഫസ്റ്റ് തിയറം, that is if f of xy and g of xy are continuous and have continuous first partial derivative on some open region D, if the vector field f of xy equal to small f of xyi plus g of xyj is conservative vector field in some open region D, then dou f divided by dou y that equal to dou g divided by dou x at each point in D. Converse also true. അഥവാ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എപ്പോഴാണ് ഒരു വെക്റ്റർ ഫീൽഡ് കൺസർവേറ്റീവ് എന്ന് പറയാം. എപ്പോഴും ഒരു വെക്റ്റർ ഫീൽഡ് ഈ ഒരു ഫോമിലായിരിക്കും അല്ലേ. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു സം ഈ സ്മോൾ എഫ് ഓഫ് എക്സ് വൈ ഐ പ്ലസ് ജി ഓഫ് എക്സ് വൈ ജെ ഈ ഒരു ഫോമിലായിരിക്കും അല്ലേ. ദാറ്റ് ഈസ് ഫംഗ്ഷൻ ഓഫ് 2 വേരിയബിൾ ആണെങ്കിൽ എക്സും വൈയും ആണെങ്കിൽ അവിടെ ഐയും ജെയുടെയും കമ്പോണൻസ് ഉണ്ടായിരിക്കും. അതിന്റെ കൂടെ 2 ഫംഗ്ഷൻ ഉണ്ടായിരിക്കും. That is f of xy equal to small f of xyi plus g of xyj ആയിരിക്കും. ഇനി എപ്പോഴാണ് കൺസർവേറ്റീവ് എന്ന് പറയാം? ഒരു വെക്റ്റർ ഫീൽഡ് കൺസർവേറ്റീവ് എന്ന് പറയണമെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളായിട്ട് ഡിസ്കസ് ചെയ്തതാണ്. ഒരു വെക്റ്റർ ഫീൽഡ് കൺസർവേറ്റീവ് എന്ന് പറയണമെങ്കിൽ ഒരു ഫംഗ്ഷന്റെ ദാറ്റ് ഈസ് ഫൈ എന്നൊരു ഫംഗ്ഷന്റെ ഗ്രേഡിയന്റ് ആയിരിക്കണം ആ വെക്റ്റർ ഫീൽഡ്. ദാറ്റ് ഈസ് എഫ് ഈക്വൽ ടു ഗ്രേഡിയന്റ് ഓഫ് സം ഫംഗ്ഷൻ. ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഫൈ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ, ദാറ്റ് ഈസ് ഒരു ഫംഗ്ഷൻ നമുക്ക് കണ്ടുപിടിക്കാമെങ്കിൽ എന്താണ് അതിന്റെ പ്രത്യേകത? ആ ഫൈ എന്ന ഫംഗ്ഷന്റെ ഗ്രേഡിയന്റ് ആയിരിക്കണം ആ തന്നിട്ടുള്ള വെക്റ്റർ ഫീൽഡ്. ഇങ്ങനെയാണെങ്കിൽ ഈ വെക്റ്റർ ഫീൽഡിനെ നമ്മൾ കൺസർവേറ്റീവ് വെക്റ്റർ ഫീൽഡ് എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി ഇതല്ലാതെ നമുക്കൊരു വെക്റ്റർ ഫീൽഡ് കിട്ടിക്കഴിഞ്ഞാൽ അത് കൺസർവേറ്റീവ് ആണോ അല്ലേ എന്ന് വളരെ സിമ്പിൾ ആയിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു തിയറമാണ് ഇത്. ദാറ്റ് ഈസ് എഫ് ഈക്വൽ ടു, ഇവിടെ തന്നിട്ടുണ്ട് ഈ എഫ് എന്താ എന്നുള്ളത്. എഫ് ഈക്വൽ ടു സ്മോൾ എഫ് ഓഫ് എക്സ് വൈ ഐ പ്ലസ് ജി ഓഫ് എക്സ് വൈ ജെ. ഇത് നിങ്ങളുടെ വെക്റ്റർ ഫീൽഡ് ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? തന്നിട്ടുള്ള ഈ ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഡെറിവേറ്റീവ് ചെയ്യാം. ദാറ്റ് ഈസ് ഐയുടെ കൂടെയുള്ള ഫംഗ്ഷൻ എഫിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഡെറിവേറ്റീവ് ചെയ്യാം. That is partial derivative here, that is dou f divided by dou y. Okay, next തന്നിട്ടുള്ള ഫംഗ്ഷനിലെ വെക്റ്റർ ഫീൽഡിലെ g നെ വിത്ത് റെസ്പെക്ട് ടു x പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്യാം. ദാറ്റ് ഈസ് dou g divided by dou x. അപ്പോൾ f നെ വിത്ത് റെസ്പെക്ട് ടു x ഡെറിവേറ്റീവ് ചെയ്യണം, f നെ വിത്ത് റെസ്പെക്ട് ടു y ഡെറിവേറ്റീവ് ചെയ്യണം. അതുപോലെ തന്നെ g നെ വിത്ത് റെസ്പെക്ട് ടു x ഉം പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്യണം. ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ തന്നിട്ടുള്ള വെക്റ്റർ ഫീൽഡ് കൺസർവേറ്റീവ്. ദാറ്റ് ഈസ് ഡോ എഫ് ഡിവൈഡഡ് ബൈ ഡോ വൈ ഈക്വൽ ടു ഡോ ജി ഡിവൈഡ് ബൈ ഡോ എക്സ് ആണെങ്കിൽ തന്നിട്ടുള്ള വെക്റ്റർ ഫീൽഡ് കൺസർവേറ്റീവ് ആണ്. ഇനി കൺസർവേറ്റീവ് ആണെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും, കോൺവേഴ്സും ശരിയാണ്. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ഈ വെക്റ്റർ ഫീൽഡ് കൺസർവേറ്റീവ് ആണ്. ഇപ്പോൾ ഷുവർ ക്വസ്റ്റ്യൻ ആണ്, യൂണിവേഴ്സിറ്റി എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഇത്. ഒരു ഫീൽഡ് തരും, എന്നിട്ട് കൺസർവേറ്റീവ് ആണോ അല്ലേ ചോദിക്കും അല്ലെ. ഒരു വെക്റ്റർ ഫീൽഡ് തന്നിട്ട് അത് കൺസർവേറ്റീവ് ആണോ അല്ലേ ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത്, ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം, എഫ് ഈക്വൽ ടു അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു സം ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ഐ പ്ലസ് അനദർ ഫംഗ്ഷൻ ജി ഓഫ് എക്സ് വൈ ജെ. ഇങ്ങനെ ഒരു വെക്റ്റർ ഫീൽഡ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് കൺസർവേറ്റീവ് ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? എഫിനെ വിത്ത് റെസ്പെക്ട് ടു വൈ പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്യാം. അതുപോലെ തന്നെ ജിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്യാം. ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ തന്നിട്ടുള്ള ഫംഗ്ഷൻ വെക്റ്റർ ഫീൽഡ് കൺസർവേറ്റീവ് ആണ്.
അപ്പോൾ കൺസർവേറ്റീവ് ആണെങ്കിൽ നമുക്കറിയാം എപ്പോഴാണ് കൺസർവേറ്റീവ് എന്ന് പറയാം, എഫ് ഈക്വൽ ടു സം ഫംഗ്ഷൻ അതിനെ എക്സിസ്റ്റ് ചെയ്യും, ആ ഫംഗ്ഷന്റെ ഗ്രേഡിയന്റ് ആയിരിക്കും ഈ വെക്റ്റർ ഫീൽഡ്. അപ്പോൾ ഫംഗ്ഷൻ തന്നിട്ടുള്ള വെക്റ്റർ ഫീൽഡ് കൺസർവേറ്റീവ് ആണോ അല്ലെ നമുക്ക് ഇത് ചെക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഈ രീതിയിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട് എന്ന് തെളിയിക്കാൻ പറ്റും. അപ്പൊ ഏറ്റവും സിമ്പിൾ മെത്തേഡാണ് ഇത്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് തിയറം. ഓക്കെ, ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ഇഫ് എഫ് ഓഫ് എക്സ് വൈ ആൻഡ് ജി ഓഫ് എക്സ് വൈ ആർ കണ്ടിന്യൂസ് ആൻഡ് ഹാവ് കണ്ടിന്യൂസ് ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓൺ സം ഓപ്പൺ റീജിയൻ ക്യാപിറ്റൽ ഡി, അല്ലെ? ഈ ഫംഗ്ഷൻ എന്തായിരിക്കണം? കണ്ടിന്യൂസ് ആയിരിക്കണം. ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ് എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കണം. അതുപോലെ തന്നെ എഫ് ജി ഈ രണ്ട് ഫംഗ്ഷൻ എന്തായിരിക്കണം? അതും കണ്ടിന്യൂസ് ആയിരിക്കണം. ആ രണ്ട് കണ്ടീഷൻ മാത്രമേ ഈ ഫസ്റ്റ് തിയറത്തിൽ പറയുന്നുള്ളൂ. എഫും ജിയും കണ്ടിന്യൂസ് ആയിരിക്കണം, അതിന്റെ ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ് അതും കണ്ടിന്യൂസ് ആയിരിക്കണം. അങ്ങനെയെങ്കിൽ ദാറ്റ് ഈസ് then the vector field f of xy equal to f of xyi plus g of xyj is conservative vector field in some open region D, then dou f divided by dou y equal to dou g divided by dou x. That is converse also true. Okay, next very very important ആയിട്ടുള്ള തിയർ ആണ്. പ്രോബ്ലം ചെയ്യാം, നമുക്ക് മാക്സിമം പ്രോബ്ലംസ് ഈ ഭാഗത്ത് നിന്ന് ചെയ്യാം. ഓക്കെ, സെക്കൻഡ് തിയറം പറയുന്നത്, suppose f of xy equal to small f of xyi plus g of xyj is conservative vector field in some open region capital D containing the point x0, y0 and x1, y1, and that f of xy and g of xy are continuous in this region if f of xy equal to gradient phi, that is gradient of f of phi of xy, and C is any piecewise smooth parametric curve that is start at x0, y0 and end with x1, y1 and lies in the region D, then integral over C f dot dr that's equal to phi of x1, y1 minus phi of x0, y0. That is, നമുക്ക് ഒരു വെക്റ്റർ ഫീൽഡ് എഫ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു f of xyi plus g of xyj. ഈ വെക്റ്റർ ഫീൽഡ് കൺസർവേറ്റീവ് ആണെങ്കിൽ, ദാറ്റ് ഈസ് തന്നിട്ടുണ്ട് ഈ വെക്റ്റർ ഫീൽഡ് കൺസർവേറ്റീവ് ആണ്. കൺസർവേറ്റീവ് ആണെങ്കിൽ ഈ എഫിന് കറസ്പോണ്ടിങ് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഫൈ കണ്ടുപിടിക്കാൻ പറ്റും. ആ ഫൈയുടെ ഗ്രേഡിയന്റ് ആണ്, ദാറ്റ് ഈസ് ഫൈ എന്ന ഫംഗ്ഷന്റെ ഗ്രേഡിയന്റ് ആണ് എഫ്, അല്ലെ? വെക്റ്റർ ഫീൽഡ് കൺസർവേറ്റീവ് ആണെങ്കിൽ എപ്പോഴും ഇങ്ങനെ ഒരു ഫൈ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നമുക്ക് ഒരു ലൈൻ ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ കണ്ടുപിടിക്കണം. ഓക്കെ, ദാറ്റ് ഈസ് ഇന്റഗ്രൽ ഓവർ സി. ഇതെന്താണ്? ഇത് കർവാണ്. നമ്മൾ ഒരുപാട് പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. ഈ സി പറയുന്നത് ഒരു കർവാണ്. ദാറ്റ് ഈസ് നമുക്ക് ഒരു റീജിയൻ തന്നിട്ടുണ്ട്. ആ റീജിയനിൽ കിടക്കുന്ന, ദാറ്റ് ഈസ് ഡി എന്ന റീജിയൻ തന്നിട്ടുണ്ട്. ആ റീജിയനിൽ കിടക്കുന്ന ഒരു കർവാണ് സി എങ്കിൽ ആ കർവ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് പോയിന്റ് ആണ്? ദാറ്റ് ഈസ് എക്സ് നോട്ട് വൈ നോട്ട് ഈ ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എവിടെ എൻഡ് ചെയ്യുന്നു? x1, y1 എൻഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഇന്റഗ്രൽ ഓവർ സി. ഇതാണ് ഈ കർവ്. നമ്മുടെ റീജിയനിൽ തന്നിട്ടുള്ള ഫംഗ്ഷൻ കൺസർവേറ്റീവ് ആണ്. ദെർഫോർ നമുക്ക് എന്ത് ചെയ്യാം? ഒരു വെക്റ്റർ ഒരു ഫൈ എന്ന ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ കഴിയും. അങ്ങനെയെങ്കിൽ ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ദാറ്റ് ഈസ് വർക്ക് ഡൺ ഈക്വൽ ടു നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഫീൽഡ് കൺസർവേറ്റീവ് ആണെങ്കിൽ കറസ്പോണ്ടിങ് പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ആ പൊട്ടൻഷ്യൽ ഫംഗ്ഷനിൽ നമ്മുടെ ഈ പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഫൈ ഓഫ് x1, y1. ഈ ലാസ്റ്റ് പോയിന്റ് ഫസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഫൈ ഓഫ് x1, y1 മൈനസ് ഫൈ ഓഫ് x2, y2. അല്ലാതെ ഇത് തൊട്ടു മുന്നേ നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത പോലെ ഇവാലുവേറ്റ് ചെയ്യണമെന്നില്ല. എപ്പോ? ഫീൽഡ് കൺസർവേറ്റീവ് ആണെങ്കിൽ. അപ്പോൾ ഫീൽഡ് കൺസർവേറ്റീവ് ആണെങ്കിൽ നമ്മുടെ ടാസ്ക് ഒരുപാട് കുറയും. ഇന്റഗ്രേറ്റ് ചില സ്ഥലത്ത് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല, കാരണം ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്തായിരിക്കണം? ഫീൽഡ് നമ്മുടെ റീജിയനിൽ കൺസർവേറ്റീവ് ആണ്. ഫീൽഡ് എങ്ങനെ കൺസർവേറ്റീവ് ആണ് എന്ന് മനസ്സിലാക്കുക ഫസ്റ്റ് തിയറം വെച്ചിട്ടാണ്. അപ്പൊ നിങ്ങൾക്കൊരു വെക്റ്റർ ഫീൽഡ് കിട്ടി, എഫും ജിയും അതിൽ നോക്കിയാൽ മനസ്സിലാവും. ഡോ എഫ് ഡിവൈഡഡ് ബൈ ഡോ വൈ ഈക്വൽ ടു ഡോ ജി ഡിവൈഡ് ബൈ ഡോ എക്സ് ആണെങ്കിൽ കൺസർവേറ്റീവ് വെക്റ്റർ ഫീൽഡ് ആണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫൈ എന്ന ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും.
ഈ ഫൈ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ റീജിയണിൽ ഏത് ഇന്റഗ്രൽ ആണെങ്കിലും ഏത് ലൈൻ ഇന്റഗ്രൽ ആണെങ്കിലും കർവ് എന്തോ ആയിക്കോട്ടെ ആ കർവ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റും എൻഡ് ചെയ്യുന്ന പോയിന്റും നിങ്ങൾക്ക് അറിയാമെങ്കിൽ വർക്ക് ഡൺ ഈക്വൽ ടു ഏതാണ് ആ ഫൈ എന്ന ഫംഗ്ഷനിൽ ആ രണ്ട് പോയിന്റും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഫസ്റ്റ് എൻഡിങ് പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ദാറ്റ് ഈസ് എൻഡിങ് പോയിന്റ് മൈനസ് ഫൈ ഓഫ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഓക്കെ, x2 y2 എന്നല്ല, ഇവിടെ x0 y0, സ്റ്റാർട്ടിംഗ് പോയിന്റ് x0 y0 ആയിരുന്നു. ഓക്കെ, ഇതാണ് സെക്കൻഡ് തിയറം. ഓക്കെ, നെക്സ്റ്റ് തേർഡ് തിയറം. Theorem 3. If f of xy and g of xy are continuous on some open connected region D, then the following statement are equivalent. If f of xy and g of xy are continuous on some open connected region D, then the following statements are equivalent. ഒന്നാമത്തെ എന്താണ് equivalent പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ശരിയാണെങ്കിൽ രണ്ടും ശരിയാണ്. That is A implies B. ഇതാണ് equivalent പറഞ്ഞു കഴിഞ്ഞാൽ A implies B. അഥവാ A ശരിയാണെങ്കിൽ B ശരിയാണ്, B ശരിയാണെങ്കിൽ C യും ശരിയാണ്, C ശരിയാണെങ്കിൽ നെക്സ്റ്റ് A യും ശരിയാണ്. That is ഏതെങ്കിലും ഒന്ന് കറക്റ്റ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി മൂന്നും കറക്റ്റ് ആയിരിക്കും. അതാണ് പറയുന്നത്. ഓക്കെ, ഒന്നുകൂടി തിയറം പറയാം. If f of xy and g of xy are continuous on open connected region D, then the following statements are equivalent. First statement, f of xy equal to, that is vector field f of xy equal to f of xyi plus g of xyj is a conservative vector field on the region D. അപ്പോൾ f conservative vector field ആണെങ്കിൽ integral second statement, integral over c f dot d are that equal to 0. Work done 0 ആയിരിക്കും. ഈ c എന്താണ്? For every piecewise smooth closed curve c in d. ഓക്കെ, എന്താണ് ഈ piecewise smooth curve എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സ്മൂത്ത് കർവ് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറൻഷ്യബിൾ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്ന എല്ലാ പോയിന്റും ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ സ്മൂത്ത് കർവ് എന്നാണ് പറയാ അല്ലെ. ദാറ്റ് ഈസ് ഈ ഒരു കർവ്, ഇത് സ്മൂത്ത് കർവാ അല്ലെ. ഈ ഒരു കർവ് ഇത് സ്മൂത്ത് കർവാ. നെക്സ്റ്റ് ഈ ഒരു കർവ്, ഇതെല്ലാം സ്മൂത്ത് കർവാ. എല്ലാ പോയിന്റിലും ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. ഓപ്പൺ ഇന്റർവെൽ എടുത്തു കഴിഞ്ഞാൽ ഈ എൻഡ് പോയിന്റ് ഒഴിച്ചു കഴിഞ്ഞാൽ എല്ലാ പോയിന്റിലും ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മളൊരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ആ ലൈനിന്റെ രണ്ട് എൻഡ് പോയിന്റിലും ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യില്ല, ബാക്കി എല്ലാ പോയിന്റിലും ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യും. അഥവാ ഈ ഷാർപ്പ് എഡ്ജ് വരുന്ന സ്ഥലത്തൊന്നും ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യില്ല. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഡെറിവേറ്റീവ് ഡിഫൈൻ ചെയ്യുമ്പോൾ ഓപ്പൺ ഇന്റർവെൽ ഡിഫൈൻ ചെയ്യുന്നത്. കാരണം ഈ എൻഡ് പോയിന്റ് നമ്മൾ ഒഴിവാക്കും. ഓക്കെ, ഇനി ഇതെല്ലാം സ്മൂത്ത് കർവാണ്. നെക്സ്റ്റ് ഇത് സ്മൂത്ത് കർവല്ല, ഇവിടെ ഷാർപ്പ് കോൺ വന്നതുകൊണ്ട് ഇത് സ്മൂത്ത് കർവല്ല. ഓക്കെ, അപ്പൊ നമ്മുടെ കർവ് പീസ് വൈസ് സ്മൂത്ത് ആയാൽ മതി. എന്താണ് പീസ് വൈസ് സ്മൂത്ത് പറഞ്ഞു കഴിഞ്ഞാൽ? ഓക്കെ, ദാറ്റ് ഈസ് നമ്മുടെ കർവ് ഇങ്ങനെയാണെങ്കിൽ ഒരു പ്രശ്നമില്ല. ഇത് എല്ലായിടത്തും സ്മൂത്ത് കർവാണ് അല്ലെ. ഇവിടെയും സ്മൂത്ത് ആയിരിക്കണം. ഞാൻ ഇവിടെ വരച്ചപ്പോൾ ചെറിയൊരു സ്മൂത്ത്നെസ് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഒരു സ്മൂത്ത് കർവാണ്. നെക്സ്റ്റ് ഇത് ഒരു സ്മൂത്ത് കർവാണ്, ഇതൊരു സ്മൂത്ത് കർവാണ്. ഓക്കെ, പക്ഷെ ചില കർവ് ഇങ്ങനെ ആയിരിക്കും. ഞാൻ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നോക്കി, ഇവിടെ ഈ ഒരു പോയിന്റ് സ്മൂത്ത് അല്ല, ഈ ഒരു പോയിന്റ് സ്മൂത്ത് അല്ല. ഓക്കെ, ഇവിടെ ഇത് നോക്കി കഴിഞ്ഞാൽ ഇവിടെ സ്മൂത്ത് അല്ല. നെക്സ്റ്റ് ഒരു ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ഈ ട്രയാങ്കിളിലെ ഈ 3 പോയിന്റ് സ്മൂത്ത് അല്ല. ഓക്കെ, അതുകൊണ്ട് ഇത് സ്മൂത്ത് കർവ് അല്ല, പക്ഷേ പീസ് വൈസ് സ്മൂത്ത് ആണ്. നമുക്ക് ഈ ഓരോ പീസ് എടുത്തു കഴിഞ്ഞാൽ ആ പീസിലെല്ലാം എന്താണ്? സ്മൂത്ത് ആണ്. ഓക്കെ, അതാണ് ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഫോർ എവരി പീസ് വൈസ് സ്മൂത്ത് ക്ലോസ്ഡ് കർവ് സി ഇൻ ഡി. എന്താ പറയുന്നത്? നമുക്ക് ഒരു വെക്റ്റർ ഫീൽഡ് കൺസർവേറ്റീവ് ആണെങ്കിൽ വർക്ക് ഡൺ 0 ആയിരിക്കും. വർക്ക് ഡൺ 0 ആയിരിക്കും, പക്ഷേ അതിന്റെ കർവ് എന്തായിരിക്കണം? ക്ലോസ്ഡ് ആയിരിക്കണം, പീസ് വൈസ് സ്മൂത്ത് ആയിരിക്കണം. അപ്പൊ നമുക്കൊരു ഡൊമൈൻ ഉണ്ട്, ക്യാപിറ്റൽ ഡി എന്ന ഡൊമൈൻ ഉണ്ട്. ആ ഡി എന്ന ഡൊമൈനിൽ വെക്റ്റർ ഫീൽഡ് കൺസർവേറ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ അകത്ത് ഒരു ക്ലോസ്ഡ് കർവ് ഉണ്ട്, പീസ് വൈസ് സ്മൂത്ത് ക്ലോസ്ഡ് കർവ് ഉണ്ട്, ദാറ്റ് ഈസ് സി. ഇത് ക്ലോസ്ഡ് കർവ്, അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിംഗ് പോയിന്റും ഒന്ന് തന്നെ ആയിരിക്കണം. അതാണ് ക്ലോസ്ഡ് കർവ്. ഓക്കെ,
അപ്പോൾ ഇങ്ങനത്തെ ഒരു കർവ് ഉണ്ടെങ്കിൽ ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ദാറ്റ് ഈസ് വർക്ക് ഡൺ ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ കേസിലും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനത്തെ കേസിൽ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് എന്ത് കിട്ടും? 0 തന്നെ ആയിരിക്കും കിട്ടുക. അപ്പൊ നമുക്ക് ഈ റിസൾട്ട് ഉപയോഗിച്ച് 0 എന്ന് എഴുതി വെക്കാം. ഓക്കെ, ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, if integral over c f dot dr is independent of the path from any point p in the d to any point q in d for every piecewise smooth curve c in d. അഥവാ നമുക്ക് വീണ്ടും മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്, ഒരു വെക്റ്റർ ഫീൽഡ് ഉണ്ട്, ആ വെക്റ്റർ ഫീൽഡ് കൺസർവേറ്റീവ് ആണ്, എഫ് എന്നുള്ളത് കൺസർവേറ്റീവ് ആണ്. അങ്ങനെയെങ്കിൽ ഈ എഫ് എന്ന ഫോഴ്സ് ഫീൽഡിൽ നമ്മൾ ഒരു പാത്ത് എടുത്തു, സി എന്നൊരു പാത്ത്. ഇതാണ് സി എന്നൊരു പാത്ത്. ഞാൻ C1 എന്ന് ഡിനോട്ട് ചെയ്യാണ്. നെക്സ്റ്റ് ഞാൻ വേറൊരു കർവ് എടുക്കാൻ പോവാണ്, ദാറ്റ് ഈസ് C2. എന്നതിന്റെ പ്രത്യേകത, സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിംഗ് പോയിന്റും സെയിം ആണ് അല്ലെ, പക്ഷേ പാത്ത് ഡിഫറെന്റ് ആണ്. ഒരു പാത്ത് ചെയ്ത് C1 എന്ന പാത്ത് ചെയ്ത്, C2 എന്ന പാത്ത് ചെയ്ത്, ഇനി വേറൊരു പാത്ത് എടുത്തു, ദാറ്റ് ഈസ് ഇത് C3. വേറൊരു പാത്ത് എടുത്തു, ദാറ്റ് ഈസ് C4. ഇങ്ങനെ ഏത് പാത്ത് എടുത്തു കഴിഞ്ഞാലും ഇന്റഗ്രൽ ഓവർ C1 f dot dr, ഇത് എന്താണോ ആൻസർ, സെയിം ആൻസർ തന്നെ ആയിരിക്കും ഇന്റഗ്രൽ ഓവർ C2 f dot dr. അഥവാ ഇന്റഗ്രൽ ഓവർ ഫസ്റ്റ് കർവിൽ ഇന്റഗ്രേറ്റ് ചെയ്തു, ദാറ്റ് ഈസ് വർക്ക് ഡൺ. ഇന്റഗ്രൽ ഓവർ C f dot dr ആണ് വർക്ക് ഡൺ ഓവർ ദിസ് പാത്ത്. അപ്പോൾ ഈ പാത്തിലുള്ള വർക്ക് ഡൺ നമ്മൾ കണ്ടുപിടിച്ചു. അടുത്തത് C2 എന്ന പാത്തിലുള്ള വർക്ക് ഡൺ നമ്മൾ കണ്ടുപിടിച്ചു, C3 എന്ന പാത്തിലുള്ള വർക്ക് ഡൺ കണ്ടുപിടിച്ചു. ഏത് പാത്ത് എടുത്തു കഴിഞ്ഞാലും സെയിം ആൻസർ ആയിരിക്കും കിട്ടുക. ദാറ്റ് ഈസ്, അതാണ് തേർഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ഇന്റഗ്രൽ ഓവർ C f dot dr ഇൻഡിപെൻഡന്റ് ഓഫ് ദി പാത്ത്, അഥവാ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഏത് പാത്ത് എടുത്തു കഴിഞ്ഞാലും സെയിം ആൻസർ ആയിരിക്കും. ദാറ്റ് ഈസ് ഇന്റഗ്രൽ ഓവർ C f dot dr ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി പാത്ത് ഫ്രം എനി പോയിന്റ് P in D to any point Q in D. നമ്മളുടെ ഡൊമൈനിലെ രണ്ട് പോയിന്റ് ആയിരിക്കണം. ദാറ്റ് ഈസ് P എന്ന പോയിന്റും Q എന്ന പോയിന്റും നമ്മുടെ ഡൊമൈൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫീൽഡ് എവിടെ കൺസർവേറ്റീവ് എന്നോ ആ ഡൊമൈനാണ് നമ്മൾ D എടുത്തുള്ളത്. അപ്പോൾ നമ്മുടെ വെക്റ്റർ ഫീൽഡ് കൺസർവേറ്റീവ് ചെയ്യുന്ന ഡൊമൈനിലെ രണ്ട് പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ആ പോയിന്റ് രണ്ട് യോജിപ്പിക്കുന്ന ഏത് കർവ് എടുത്തു കഴിഞ്ഞാലും ആ കർവിലെല്ലാം വർക്ക് ഡൺ സെയിം ആയിരിക്കും. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട 3 തിയറാണ്. ഫസ്റ്റ് തിയറം ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. ഒന്നാമത്തെ തിയറം, വെക്റ്റർ ഫീൽഡ് കൺസർവേറ്റീവ് ആണോ അല്ലേ എങ്ങനെ ചെക്ക് ചെയ്യാം, അതാ പറയുന്നത്. ഒരു വെക്റ്റർ ഫീൽഡ് കിട്ടിക്കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് അത് കൺസർവേറ്റീവ് ആണോ അഥവാ ഈ കൺസർവേറ്റീവ് അല്ലേ എന്ന് എങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് ചെക്ക് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് തന്നിട്ടുള്ള വെക്റ്റർ ഫീൽഡ് എഫ് ഈക്വൽ ടു എഫ് ഐ, ദാറ്റ് ഈസ് സം ഫംഗ്ഷൻ ഓഫ് എഫ് എക്സ് വൈ, ദാറ്റ് ഈസ് എഫ് ഐ പ്ലസ് ജി ജെ. ഇത് നിങ്ങളുടെ വെക്റ്റർ ഫീൽഡ് ആണെങ്കിൽ, ഈ വെക്റ്റർ ഫീൽഡ് കൺസർവേറ്റീവ് ആണെങ്കിൽ ഡോ എഫ് ഡിവൈഡഡ് ബൈ ഡോ വൈ ചെയ്ത് കഴിഞ്ഞാലും ഡോ ജി ഡിവൈഡ് ബൈ ഡോ എക്സ് ചെയ്ത് കഴിഞ്ഞാലും സെയിം ആൻസർ ആയിരിക്കും കിട്ടുക. ഇതാണ് ഫസ്റ്റ് തിയറം പറയുന്നത്. ഓക്കെ, സെക്കൻഡ് തിയറം പറയുന്നത്, നിങ്ങൾക്ക് ഒരു വെക്റ്റർ ഫീൽഡ് കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു വെക്റ്റർ ഫീൽഡ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ, ദാറ്റ് ഈസ് ഇന്റഗ്രൽ വെക്റ്റർ ഫീൽഡ് കൺസർവേറ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കറസ്പോണ്ടിങ് ഒരു ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ, ദാറ്റ് ഈസ് പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ. അപ്പോൾ ഒരു വെക്റ്റർ ഫീൽഡ് കൺസർവേറ്റീവ് ആണെങ്കിൽ കറസ്പോണ്ടിങ് പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ ആണ്. ദാറ്റ് ഈസ് ഇന്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ കണ്ടുപിടിക്കണമെങ്കിൽ ജസ്റ്റ് ആ ഫംഗ്ഷനിൽ എൻഡിങ് പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ദാറ്റ് ഈസ് ഫൈ ഓഫ് x1 y1 മൈനസ് ഫൈ ഓഫ് x2 y2 കണ്ടുപിടിച്ചാൽ മതി. നെക്സ്റ്റ് മൂന്നാമത്തെ തിയറം പറയുന്നത് 3 കാര്യങ്ങളാണ്. ഒന്നാമത്തെ ഫീൽഡ് കൺസർവേറ്റീവ് ആണെങ്കിൽ ആ ഫീൽഡിലെ ഇന്റഗ്രൽ ഓവർ C f dot dr, C എന്തായിരിക്കണം, C ക്ലോസ്ഡ് ആയിരിക്കണം. അതുപോലെ തന്നെ പീസ് വൈസ് സ്മൂത്ത് ഫംഗ്ഷൻ ആയിരിക്കണം. പീസ് വൈസ് സ്മൂത്ത് ഫംഗ്ഷൻ ആണെങ്കിൽ ഇതെന്തായിരിക്കും, വർക്ക് ഡൺ 0 ആയിരിക്കും. ഇനി രണ്ടാമത്തെ റിസൾട്ട് പറയുന്നത്, ബി റിസൾട്ട് പറയുന്നത് കൺസർവേറ്റീവ് ആണ്, ഫീൽഡ് കൺസർവേറ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് ഇഫ് എഫ് ഈസ് കൺസർവേറ്റീവ് then integral over C f dot dr is path independent.
ഓക്കെ. നെക്സ്റ്റ് മൂന്നാമത്തേത്, ഇതെല്ലാം ശരിയാണെങ്കിൽ എന്താണ്, ഒരു പാത്ത് ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ ആ ഫീൽഡ് കൺസർവേറ്റീവ് ആയിരിക്കും. അല്ലെങ്കിൽ ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ഈക്വൽ ടു 0 ഫോർ എനി ക്ലോസ്ഡ് സ്മൂത്ത് കർവ് ആണെങ്കിൽ അപ്പോഴും എന്തായിരിക്കും, ഫീൽഡ് കൺസർവേറ്റീവ് ആയിരിക്കും. ഓക്കെ. ഇതിലെ ഏതെങ്കിലും, ഇത് ഫീൽഡ് കൺസർവേറ്റീവ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇത് രണ്ടും ശരിയാണ്. ഇനി ഇത് ശരിയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇത് രണ്ടും ശരിയാണ്. ഇത് ശരിയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇത് രണ്ടും ശരിയാണ്. ഓക്കെ. അപ്പൊ ഇതെല്ലാം കണക്റ്റഡ് ആണ്. ദാറ്റ് ഈസ് ഈ മൂന്ന് സ്റ്റേറ്റ്മെന്റും ഈക്വലന്റ് ആണ് എന്നാണ് മൂന്നാമത്തെ തിയറം പറയുന്നത്. ഓക്കെ. നമുക്ക് നെക്സ്റ്റ് ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. 3 ടോപ്പിക്കിൽ നിന്നും എക്സാമിന് സാധാരണ ചോദിക്കാറുണ്ട്. 3 തിയറം ബേസ് ചെയ്തിട്ട് എക്സാമിന് ചോദിക്കാറുണ്ട്. തിയറം കാണാതെ പഠിക്കണം എന്നില്ല, പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ചെയ്ത് പഠിക്കണം. ഓക്കെ. നമുക്ക് 1 by 1 ഓരോ ക്വസ്റ്റ്യൻ ചെയ്യാം. First question, determine whether the vector field f of xy equal to x plus y or y plus xi plus y minus xj is conservative on some open set. Is conservative on some open set. ചോദ്യം, തന്നിട്ടുള്ള വെക്റ്റർ ഫീൽഡ് ഏതെങ്കിലും ഒരു ഓപ്പൺ സെറ്റിലെ കൺസർവേറ്റീവ് ആണോ അല്ലേ എന്നാണ് ചോദിച്ചത്. ഡിറ്റർമിൻ വെദർ ദ വെക്റ്റർ ഫീൽഡ് f of xy equal to y plus xi plus y minus xj is conservative on some open set. നിങ്ങൾക്ക് വെക്റ്റർ ഫീൽഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് തിയറം ഉപയോഗിച്ച് കൺസർവേറ്റീവ് ആണോ അല്ലേ ചെക്ക് ചെയ്യാം. അതാണ് ഫസ്റ്റ് തിയറം പറയുന്നത്. ഒരു വെക്റ്റർ ഫീൽഡ് കൺസർവേറ്റീവ് ആണെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും അല്ലെ. എന്താണ് ഇവിടെ എഫ്, ഐയുടെ കൂടെയുള്ള ഫംഗ്ഷൻ ആണ് എഫ് അല്ലെ. ദാറ്റ് ഈസ് സൊല്യൂഷൻ given that f equal to അല്ലെങ്കിൽ f of xy equal to y plus x I plus y minus xj. ഇനി എന്നാൽ എഫ് സ്മോൾ എഫ് ഐയുടെ കൂടെയുള്ള ഫംഗ്ഷൻ ആണ് സ്മോൾ എഫ് അല്ലെ. ദാറ്റ് ഈസ് എഫ് ഈക്വൽ ടു വൈ പ്ലസ് എക്സ്. ഇനി ജി എന്താണ്, ജെയുടെ കൂടെയുള്ള ഫംഗ്ഷൻ ആണ് ജി. ദാറ്റ് ഈസ് ജി ഈക്വൽ ടു വൈ മൈനസ് എക്സ്. നമുക്ക് ചെയ്യേണ്ടത് എഫ് എന്ന ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഡെറിവേറ്റീവ് ചെയ്യണം. y എന്ന ഫംഗ്ഷനെ ജി എന്ന ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് ചെയ്യണം. ദാറ്റ് ഈസ് ഡോ എഫ് ഡിവൈഡഡ് ബൈ ഡോ വൈ. വിത്ത് റെസ്പെക്ട് ടു വൈ ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ എക്സ് കോൺസ്റ്റന്റ് ആണ്, നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ വൈ കോൺസ്റ്റന്റ് ആണ്. വിത്ത് റെസ്പെക്ട് ടു വൈ ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ എക്സ് വരുന്ന ഏത് ഫംഗ്ഷൻ ആയാലും അത് കോൺസ്റ്റന്റ് ആണ്. ദാറ്റ് ഈസ് ഡോ എഫ് ഡിവൈഡ് ബൈ ഡോ വൈ ഈക്വൽ ടു 1 പ്ലസ് 0 വരും അല്ലെ. എക്സ് എന്നുള്ള കോൺസ്റ്റന്റ് ആണ്, അതിന്റെ ഡെറിവേറ്റീവ് 0 വരും. ദാറ്റ് ഈസ് ആൻസർ ഡോ എഫ് ഡിവൈഡഡ് ബൈ ഡോ വൈ ദാറ്റ്സ് ഈക്വൽ ടു 1. നെക്സ്റ്റ് ഡോ ജി ഡിവൈഡഡ് ബൈ ഡോ എക്സ് ദാറ്റ്സ് ഈക്വൽ ടു -1. അപ്പൊ നമുക്ക് എന്താ കിട്ടിയിട്ടുള്ളത്, ഡോ എഫ് ഡിവൈഡ് ബൈ ഡോ വൈ നോട്ട് ഈക്വൽ ടു ഡോ ജി ഡിവൈഡ് ബൈ ഡോ എക്സ്. ഈക്വൽ ആണെങ്കിൽ കൺസർവേറ്റീവ് ആണ്, അല്ലെങ്കിലോ കൺസർവേറ്റീവ് അല്ല. അപ്പോൾ ഡോ എഫ് ഡിവൈഡ് ബൈ ഡോ വൈ നോട്ട് ഈക്വൽ ടു ഡോ ജി ഡിവൈഡ് ബൈ ഡോ എക്സ് ആണ്. Therefore the field F is not conservative. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഏത് ഓപ്പൺ സെറ്റ് എടുത്തു കഴിഞ്ഞാലും ഈ ഫീൽഡ് എന്തല്ല, കൺസർവേറ്റീവ് അല്ല.
ബൈ യൂസ് നമ്മൾ ഫസ്റ്റ് തിയറം ഉപയോഗിച്ചാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Let f of xy equal to, let f of xy equal to 2xy cube I, 2xy cube I, next plus 1 plus 3x square y square z, show that first question, show that the vector field EF is conservative. Simple question. പക്ഷേ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഫീൽഡ് കൺസർവേറ്റീവ് ആണ് തെളിയിക്കാൻ, അല്ലെങ്കിൽ ഫീൽഡ് കൺസർവേറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഒന്നാമത്തേത് ഫീൽഡ് കൺസർവേറ്റീവ് ആണ് എന്ന് തെളിയിക്കണം. നമുക്കറിയാം ഫീൽഡ് കൺസർവേറ്റീവ് ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ഒരു പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ഉണ്ടായിരിക്കും. ആ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, സോൾവ് ചെയ്യാം. ദാറ്റ് ഈസ് സൊല്യൂഷൻ. given that f equal to, or f of xy equal to 2xy cube I plus 1 plus 3x square y square z. That is f equal to, f പറഞ്ഞു കഴിഞ്ഞാൽ I യുടെ കൂടെയുള്ള ഫംഗ്ഷൻ ആണ് f, that is 2xy cube, and g equal to, j യുടെ കൂടെയുള്ള ഫംഗ്ഷൻ ആണ് g അല്ലേ, that is 1 plus 3x square y square. നെക്സ്റ്റ് ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് എഫിനെ വിത്ത് റെസ്പെക്ട് ടു y ഡെറിവേറ്റീവ് ചെയ്യണം. ദാറ്റ്സ് ഈക്വൽ ടു 3 into 2 into x into y square അല്ലേ. വിത്ത് റെസ്പെക്ട് ടു y ചെയ്യുമ്പോൾ 2x കോൺസ്റ്റന്റ് ആണ്. ദാറ്റ് ഈസ് 2x into 3y square അല്ലേ. ദാറ്റ്സ് ഈക്വൽ ടു 6xy square. നെക്സ്റ്റ് ജിനെ വിത്ത് റെസ്പെക്ട് ടു x ഡെറിവേറ്റീവ് ചെയ്യണം അല്ലേ. ദാറ്റ് ഈസ് ഡോ g divided by ഡോ x. ദാറ്റ് ഈക്വൽ ടു 1 ന്റെ ഡെറിവേറ്റീവ് 0 വരും. x ന്റെ ഡെറിവേറ്റീവ് x സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x അല്ലേ. ദാറ്റ് ഈസ് 2 into 3xy square, that's equal to 6xy square. നിങ്ങൾക്ക് നോക്കി മനസ്സിലാവും. ഡോ f divided by, therefore ഡോ f divided by ഡോ y equal to ഡോ g divided by ഡോ x. Then by theorem, therefore the field F is conservative. The field F is conservative. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. ഫീൽഡ് കൺസർവേറ്റീവ് ആണോ നമ്മൾ ചെക്ക് ചെയ്തു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫീൽഡ് കൺസർവേറ്റീവ് ആണെങ്കിൽ, ഒരു ഫീൽഡ് എഫ് കൺസർവേറ്റീവ് ആണെങ്കിൽ ആ എഫ് എന്തായിരിക്കും, ഏതോ ഒരു ഫംഗ്ഷന്റെ ഗ്രേഡിയന്റ് ആയിരിക്കും. ഈ ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണ് പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് ആദ്യമായിട്ട് പറയുന്ന ടേം അല്ല, തൊട്ട് മുന്നത്തെ ക്ലാസ്സുകളായിട്ട് നമ്മൾ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ എന്താ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ഫീൽഡ് കൺസർവേറ്റീവ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫൈ എന്ന ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇനി ആ ഫംഗ്ഷൻ ആണ് ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫീൽഡ് കൺസർവേറ്റീവ് ആണ് എന്ന് തെളിയിച്ചു. നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, കറസ്പോണ്ടിങ് പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, ഞാൻ നെക്സ്റ്റ് പേജിൽ ചെയ്യാം. ദാറ്റ് ഈസ് നമുക്ക് തന്നിട്ടുണ്ട് എഫ് ഈക്വൽ ടു തന്നിട്ടുണ്ട്, എഫ് എന്ന ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. ദാറ്റ് ഈസ് എഫ് ഈക്വൽ ടു 2x y cube I plus 1 plus 3x square y square z തന്നിട്ടുള്ള ഡാറ്റയാണ്. ഫീൽഡ് കൺസർവേറ്റീവ് ആയതുകൊണ്ട് നമുക്ക് f ഈക്വൽ ടു സം
ഫംഗ്ഷന്റെ ഗ്രേഡിയന്റ് എന്ന് എഴുതാം അല്ലെ. ഇതെന്തായിരിക്കും? ഇത് എക്സും വൈയിലും ഉള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കും അല്ലെ. അതിന്റെ ഗ്രേഡിയന്റ് ആണ് എഫ്. നിങ്ങൾക്ക് fi എന്നൊരു ഫംഗ്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ അതിന്റെ ഗ്രേഡിയന്റ് കണ്ടുപിടിക്കാം? ദാറ്റ് ഈസ് ഗ്രേഡിയന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫൈ എന്ന ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റ് ചെയ്യണം, എന്നിട്ട് അതിന്റെ കൂടെ ഐ എഴുതണം, പ്ലസ് ഫൈ എന്ന ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഡെറിവേറ്റ് ചെയ്യണം, അതിന്റെ കൂടെ ജെ എഴുതണം. ഇതാണ് ഗ്രേഡിയന്റ്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് ഫോർ എക്സാമ്പിൾ മറന്നവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടി പറയാണ്. ഫൈ ഈക്വൽ ടു 3xy ആണെങ്കിൽ എന്താണ് ഗ്രേഡിയന്റ് ഫൈ? ഗ്രേഡിയന്റ് ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈ എന്ന ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റ് ചെയ്യുക. അതാ 5x പാർഷ്യൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് 5x പറയുമ്പോൾ 3 ഇൻറ്റു വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ 3 കോൺസ്റ്റന്റ് ആണ്, അതുപോലെ തന്നെ y കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ എന്ത് വരും? 3y വരും. അപ്പോൾ 5x കണ്ടുപിടിച്ചു അല്ലെ. ഞാൻ ഇവിടെ എഴുതാം. ദാറ്റ് ഈസ് 5x ഈക്വൽ ടു എന്താ? 3y വരും. ഇനി 5y എഴുതുമ്പോഴോ 3x വരും അല്ലെ. ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ 5x എഴുതുക, അതിന്റെ കൂടെ i എഴുതാം, പ്ലസ് 5y എഴുതുക, അതിന്റെ കൂടെ j എഴുതാം. ദാറ്റ് ഈസ് 3yi പ്ലസ് നെക്സ്റ്റ് 3xj. ഇതാണ് ഡെഫിനിഷൻ. അപ്പൊ ഗ്രേഡിയന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഡെഫിനിഷൻ. അപ്പോൾ നമുക്ക് ഫൈ അറിയാം, ഫൈ കണ്ടുപിടിക്കണം. പക്ഷെ നമുക്ക് അറിയുന്ന കാര്യം എഫ് ആണ് അല്ലെ. വെക്റ്റർ ഫീൽഡ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി എങ്ങനെ ചെയ്യാം എന്ന് പറയാം. അപ്പൊ ഇത് നമുക്ക് ക്വസ്റ്റ്യനിൽ കാണാൻ പറ്റും. നെക്സ്റ്റ്, വെക്റ്റർ ഫീൽഡ് കൺസർവേറ്റീവ് ആയതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു ഫൈയും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. ഓക്കെ, നമുക്ക് ഡെഫിനിഷൻ എഴുതാം. ദാറ്റ് ഈസ് ഈ ഫൈ എന്ന ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് ചെയ്യുക, എന്നിട്ട് ഐ എഴുതാം, പ്ലസ് ഫൈ എന്ന ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഡെറിവേറ്റീവ് ചെയ്യുക. ദാറ്റ് ഈസ് ഇതാണ് എഫ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയെന്നുള്ളൂ. പക്ഷെ നമുക്ക് എന്തറിയാം? ഫൈ എഫ് അറിയാമല്ലോ. ദാറ്റ് ഈസ് എഫ് ഈക്വൽ ടു ഇവിടെ എഴുതാം. ദാറ്റ് ഈസ് 2xy ക്യൂബ് ഐ അല്ലെ. എഫ് ഈക്വൽ ടു എഫ് നമ്മൾ എടുത്ത് എഴുതി കഴിഞ്ഞാൽ വരും 2xy ക്യൂബ് ഐ, നെക്സ്റ്റ് പ്ലസ് 1 പ്ലസ് 3x സ്ക്വയർ y സ്ക്വയർ j, ദാറ്റ് ഈക്വൽ ടു 5xi പ്ലസ് 5yj. ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ക്വസ്റ്റ്യനിലെ കംപ്ലീറ്റ് കാര്യങ്ങൾ ജസ്റ്റ് എടുത്തെഴുതി. എഫ് നിങ്ങൾക്ക് അറിയാം, ഫംഗ്ഷൻ വെക്റ്റർ ഫീൽഡ് കൺസർവേറ്റീവ് ആയതുകൊണ്ട് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഗ്രേഡിയന്റ് ഫൈ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. therefore ഞാൻ എന്ത് എഴുതി? എഫിന് പകരം നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് വെക്റ്റർ ഫീൽഡ് എടുത്തെഴുതി. നെക്സ്റ്റ് ഇത് ഇവിടെ എടുത്തെഴുതി. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ ഐ, ഇവിടുത്തെ ഐ, അതിന്റെ രണ്ടിന്റെയും കോഎഫിഷ്യന്റ് ഈക്വൽ ആയിരിക്കും. കാരണം ഈക്വൽ എന്നാണ്. ഇപ്പൊ രണ്ട് വെക്റ്റർ ഈക്വൽ ആണെങ്കിൽ കറസ്പോണ്ടിങ് ഐയുടെ കോഎഫിഷ്യന്റ്, ഇപ്പൊ രണ്ട് വെക്റ്റർ ai പ്ലസ് 2 സം bj ദിസ് ഈക്വൽ ടു 5i പ്ലസ് 3j ആണെങ്കിൽ എന്താണ്? ഐയുടെ കോഎഫിഷ്യന്റും ഇവിടുത്തെ ഐയുടെ കോഎഫിഷ്യന്റും ഈക്വൽ ആയിരിക്കും. അത് ദാറ്റ് ഈസ് a ഈക്വൽ ടു 5 എന്ന് എഴുതാം. അതുപോലെ തന്നെ ഇവിടെ ജെയുടെ കോഎഫിഷ്യന്റ് 3 ആണ്, ഇവിടെ ജെയുടെ കോഎഫിഷ്യന്റ് b ആണെങ്കിൽ b ഈക്വൽ ടു 3 എന്ന് എഴുതാം. അതേപോലെയാണ് ഇവിടെ നമ്മൾ എഴുതിയിട്ടുള്ളത്. ഇവിടെ ഒരു വെക്റ്റർ, അതുപോലെ തന്നെ ഇവിടെ ഒരു വെക്റ്റർ. therefore നമുക്ക് എന്ത് എഴുതാം? 5x ഈക്വൽ ടു 2xy ക്യൂബ് എന്ന് എഴുതാം. ഓക്കെ, അതുപോലെ തന്നെ 5y ഈക്വൽ ടു നെക്സ്റ്റ് 1 പ്ലസ് 3x സ്ക്വയർ y സ്ക്വയർ എന്ന് എഴുതാം. നമുക്ക് ഫൈ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ഫൈ ആണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ നമ്മുടെ കയ്യിൽ എന്തുണ്ട്? ഫൈനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ ഫൈനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഡെറിവേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈ കിട്ടും അല്ലെ. 5xനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈ കിട്ടും. ദാറ്റ് ഈസ് ഫൈനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റ് ചെയ്തു, അതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈ കിട്ടും. ഓക്കെ, അതുപോലെ 5yനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എന്ത് കിട്ടും? ഫൈ കിട്ടും. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഇക്വേഷനിന് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രൽ 5x dx ദിസ് ഈക്വൽ ടു ഇന്റഗ്രൽ 2xy സ്ക്വയർ y ക്യൂബ് 2xy ക്യൂബ് ഇൻറ്റു dx. വീണ്ടും പറയണ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്.
പക്ഷെ ഇവിടെ എക്സ് ഉണ്ട് വൈ ഉണ്ട്, രണ്ട് ടേം ഉണ്ട്. വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വൈ കോൺസ്റ്റന്റ് ആണ് അല്ലെ. അപ്പൊ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു കോൺസ്റ്റന്റ് ആഡ് ചെയ്യാറുണ്ട് അല്ലെ. ഇന്റഗ്രൽ സം എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇത് എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സം ഫംഗ്ഷൻ സം എച്ച് ഓഫ് എക്സ് പ്ലസ് സി എന്ന് എഴുതും അല്ലെ. ഫോർ എക്സാമ്പിൾ ഇന്റഗ്രൽ സൈൻ എക്സ് ഡി എക്സ് ഇത് എഴുതുമ്പോൾ നമ്മൾ എഴുതും ദാറ്റ് ഈസ് മൈനസ് കോസ് എക്സ് പ്ലസ് സി. സി എന്താണ്, കോൺസ്റ്റന്റ് ആണ്. പക്ഷേ ഇവിടെ കോൺസ്റ്റന്റ് പറയുമ്പോൾ എന്താണ്, എക്സ് ടു ഒരു കോൺസ്റ്റന്റ് ആണ്, വൈ ഒരു കോൺസ്റ്റന്റ് ആണ്. കാരണം വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആ കോൺസ്റ്റന്റ് കൂടി ഇവിടെ ചേർത്ത് എഴുതണം അല്ലെ. എന്താണ് കോൺസ്റ്റന്റ് ചേർത്ത് എഴുതുന്നത് പറയാം. ദാറ്റ് ഈസ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ 2x² ഇൻറ്റു വൈ ക്യൂബ് പ്ലസ് കോൺസ്റ്റന്റ്. അപ്പൊ കോൺസ്റ്റന്റ് എഴുതുമ്പോൾ സി എന്ന് എഴുതാൻ പറ്റൂല, കാരണം വൈയും കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ വൈയുടെ ഒരു ഫംഗ്ഷൻ നമുക്ക് സം ഫംഗ്ഷൻ ഓഫ് ഇങ്ങനെ എഴുതാം, സം ഫംഗ്ഷൻ ദാറ്റ് ഈസ് കെ ഓഫ് എക്സ് എന്ന് എഴുതാം, സോറി കെ ഓഫ് വൈ എന്ന് എഴുതാം, കെ ഓഫ് വൈ. ദാറ്റ് ഈസ് മനസ്സിലായി വിചാരിക്കുന്നു. കാരണം വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് നമ്മൾ ഡെറിവേറ്റ് ചെയ്ത്, ഡെറിവേറ്റ് ചെയ്യുമ്പോൾ എക്സിന്റെ x²/2 2 അതുപോലെ തന്നെ എഴുതി, വൈ ക്യൂബും അതുപോലെ തന്നെ എഴുതി. ഇനി നമ്മൾ ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു കോൺസ്റ്റന്റ് ആഡ് ചെയ്യാറുണ്ട്. ഈ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു വാരിയബിളേ ഉള്ളൂ അല്ലെ. ഒരു വാരിയബിൾ ആയതുകൊണ്ട് പ്യുവർ കോൺസ്റ്റന്റ് ആയിരിക്കും. പക്ഷെ ഇവിടെ രണ്ട് വാരിയബിൾ ഉണ്ട്. അപ്പോൾ വൈയും എന്താണ്, കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് നമ്മൾ കോൺസ്റ്റന്റ് എഴുതുമ്പോൾ സം ഫംഗ്ഷൻ ഓഫ് വൈ. ഇതിന്റെ മീനിങ് അത് e⁻y ആവാം, പിന്നെ സൈൻ വൈ ആവാം, കോസ് വൈ ആവാം, അഥവാ ഒരു ഫംഗ്ഷൻ വൈയുടെ ഒരു ഫംഗ്ഷൻ. അപ്പൊ ഇതും എന്താണ്, കോൺസ്റ്റന്റ്. കാരണം വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഇത് രണ്ടും ക്യാൻസൽ ചെയ്യാം, നമുക്ക് ഇത് രണ്ടും ക്യാൻസൽ ചെയ്യാം. ദാറ്റ്സ് ഈക്വൽ ടു എന്ത് വരും ആൻസർ, x² പ്ലസ് ഏതോ ഒരു വൈയുടെ ഫംഗ്ഷൻ ആ കോൺസ്റ്റന്റ്. അപ്പൊ നമുക്ക് 5 കിട്ടി അല്ലെ. 5 ഈക്വൽ ടു, പക്ഷേ ഇത് എന്താ നമുക്ക് അറിഞ്ഞൂടാ. ഇതിന്റെ മീനിങ് എന്താണ്, ഏതോ ഒരു വൈയുടെ ഫംഗ്ഷൻ. അപ്പൊ അത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഈ ഇക്വേഷൻ കൂടി സോൾവ് ചെയ്താൽ മതി. ആ ഇക്വേഷൻ നോക്കി ഈ ഇക്വേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, അതിൽ ഇല്ലാത്ത ടേം ഒന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ വൈ കിട്ടും, കെ ഓഫ് വൈ ദാറ്റ് ഈസ് സം ഫംഗ്ഷൻ ഓഫ് വൈ. ഇവിടെ എഴുതിയ ഈ ഫംഗ്ഷനും കൂടി കിട്ടും. എന്താ വേണ്ടത്, ഇതിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഇന്റഗ്രേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് ഇന്റഗ്രൽ 5y dy that equal to integral 1 plus 3x² y² into dy അല്ലേ. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു y ചെയ്യുമ്പോൾ എക്സ് കോൺസ്റ്റന്റ് ആണ്, 1 കോൺസ്റ്റന്റ് ആണ്, 3 ഇതെല്ലാം കോൺസ്റ്റന്റ് ആണ്. എന്താണ് കോൺസ്റ്റന്റ് ഇന്റഗ്രൽ, ദാറ്റ് ഈസ് കോൺസ്റ്റന്റിന്റെ ഇന്റഗ്രൽ 1ന്റെ ഇന്റഗ്രൽ ദാറ്റ് ഈസ് y പ്ലസ് നെക്സ്റ്റ് ഇവിടെ എന്ത് വരും, വൈയുടെ ഇന്റഗ്രൽ ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു y ചെയ്യുമ്പോൾ 3x² കോൺസ്റ്റന്റ് ആണ്, y²ന്റെ y³ 3. തൊട്ട് മുന്നേ നമ്മൾ ഇവിടെ ഇന്റഗ്രൽ ചെയ്തപ്പോൾ ഒരു കോൺസ്റ്റന്റ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ y കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഇവിടെ വിത്ത് റെസ്പെക്ട് ടു y ചെയ്യുമ്പോഴോ ഇവിടെ x കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ സം k ഓഫ് x, ഇവിടെ ഞാൻ k1 എന്ന് എഴുതി, ഇവിടെ k2 എന്ന് എഴുതി. കാരണം വേറെ വേറെ ഫംഗ്ഷൻ ആയിരിക്കും, k1 ഓഫ് y, k2 ഓഫ് x. അപ്പൊ ഇതും 5 ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്, ഇതും 5 ആണ്. അതുപോലെ തന്നെ ദാറ്റ് ഈസ് 5 ഈക്വൽ ടു, നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി അല്ലെ. 5 ഈക്വൽ ടു എന്തൊക്കെ കിട്ടി, 5 ഈക്വൽ ടു x² y³ ഇത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, x² y³ വരും. ഇതിലും x² y³ ഉണ്ട്. അപ്പോൾ നമുക്ക് ആൻസർ എടുത്ത് എഴുതാം. ദാറ്റ് ഈസ് 5 ഈക്വൽ ടു x². ഇത് രണ്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ രണ്ട് ഫംഗ്ഷൻ ആയിരിക്കും, രണ്ട് ഫംഗ്ഷനിൽ നിന്നും നിങ്ങൾക്ക് 5 കിട്ടും. ആ 5 എന്ത് ചെയ്യുക, ലാസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ ഇതിലെ എല്ലാ ഫംഗ്ഷനും എടുത്ത് എഴുതാം. സിമ്പിൾ ആയിട്ട് നമുക്ക് അങ്ങനെ പറയാം. ഇതിലെ എല്ലാ ഫംഗ്ഷനും, ഇത് നമുക്ക് അറിയാത്തത് എഴുതണ്ട. അപ്പൊ ഇതിലെ എല്ലാ ഫംഗ്ഷനും എഴുതാം. ദാറ്റ് ഈസ് x² y³ ഇത് എഴുതണ്ട, ഇത് നമുക്ക് അറിഞ്ഞൂടാ, അതുകൊണ്ട് ഇത് എഴുതണ്ട. നെക്സ്റ്റ് ഇത് നോക്കുക. ഇത് നോക്കുമ്പോൾ ഇതിൽ വീണ്ടും ഇത് തന്നെ വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇത് എഴുതണ്ട. കാരണം x² y³ ആൾറെഡി നമ്മൾ ഇവിടെ എഴുതി. ഈ സംഭവം തന്നെയാണ് വീണ്ടും ഇവിടെ കിടക്കുന്നത്, അതുകൊണ്ട് ഇത് എഴുതണ്ട. ഇത് നമുക്ക് അറിഞ്ഞൂടാ, ഇതും എഴുതണ്ട. ബാക്കി എന്താണ്, y മാത്രമേ ഉള്ളൂ, ദാറ്റ് ഈസ് y. ഇതാണ് ആൻസർ. ഓക്കെ, അപ്പൊ ഇതിന്റെ ഗ്രേഡിന്റെ അടുത്ത് നോക്കി, ഇതിന്റെ ഗ്രേഡിന്റെ അടുത്തുമ്പോൾ ഇത് തന്നെ കിട്ടും, വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ഇതിന്റെ ഗ്രേഡിന്റെ എടുക്കുമ്പോൾ അത് തന്നെ കിട്ടും. ദാറ്റ് ഈസ് ഗ്രേഡിയന്റ് 5 എന്ത് വരും, ഇതിനെ വിത്ത് റെസ്പെക്ട് ടു x ഡെറിവേറ്റീവ് ചെയ്യും. അപ്പൊ എന്ത് വരും, 2x y³ i പ്ലസ് ഇതിനെ വിത്ത് റെസ്പെക്ട് ടു y ചെയ്യുമ്പോൾ x² 3y² അല്ലെ, 3x² y² പ്ലസ് നെക്സ്റ്റ് ഇതിന്റെ ഡെറിവേറ്റീവ് 1 അല്ലെ, ദാറ്റ് ഈസ് പ്ലസ് 1j. ഇത് തന്നെയാണ് തൊട്ട് മുന്നേ നമ്മൾ ഇവിടെ എഴുതിയിട്ടുള്ളത്.
അപ്പോൾ ഈ ഫംഗ്ഷന്റെ ഗ്രേഡിയന്റ് എടുക്കുമ്പോൾ ഈ വെക്റ്റർ ഫീൽഡ് കിട്ടി. therefore ഈ വെക്റ്റർ ഫീൽഡ് എന്താണ്? കൺസർവേറ്റീവ് ആണ്. കുറച്ച് ലെങ്തി ആയിട്ട് തോന്നുമെങ്കിലും നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് തോന്നും. അപ്പോൾ ഒന്നും കൂടി പറയാം. കൺസർവേറ്റീവ് വെക്റ്റർ ഫീൽഡ് നമുക്ക് ആൾറെഡി അറിയാം. ഇനി നമുക്ക് വേണ്ടത് അതിന്റെ കറസ്പോണ്ടിങ് പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. എഫ് നിങ്ങൾക്ക് അറിയാം. ഫീൽഡ് കൺസർവേറ്റീവ് ആയതുകൊണ്ട് നമുക്ക് എഫ് ഈക്വൽ ടു ഗ്രേഡിയന്റ് ഫൈ ആണ്. ഗ്രേഡിയന്റ് ഫൈ പറഞ്ഞു കഴിഞ്ഞാൽ 5xi പ്ലസ് 5yj ഇതാണ് അല്ലേ. പക്ഷേ വെക്റ്റർ ഫീൽഡ് നമുക്ക് തന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അതിനെ ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഐയുടെ കോഫിഷ്യന്റും ജെയുടെ കോഫിഷ്യന്റും പരസ്പരം ഇക്വേറ്റ് ചെയ്യാം. therefore 5x എന്തായി? 2xy ക്യൂബ്. 5y എന്തായി? 1 plus 3x square y square ആയി. നെക്സ്റ്റ് ഇതിനെ വിത്ത് റെസ്പെക്ട് ടു x ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5 കിട്ടും. ഇതിനെ വിത്ത് റെസ്പെക്ട് ടു y ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 5 കിട്ടും. 2 നമുക്ക് 2 എന്ന ആൻസർ കിട്ടും. ഈ 2 എന്ന ആൻസറിൽ നിന്ന് കറക്റ്റ് ഫംഗ്ഷൻസ് മാത്രം എടുത്ത് എഴുതാം. ദാറ്റ് ഈസ് നമുക്ക് ഫസ്റ്റ് കിട്ടിയ ഫംഗ്ഷൻ ഇതായിരുന്നു അല്ലെ. ഫസ്റ്റ് കിട്ടിയ ഫംഗ്ഷൻ എക്സ് സ്ക്വയർ വൈ ക്യൂബ് പ്ലസ് ഇത് നമുക്ക് അറിയാത്തൊരു ഫംഗ്ഷൻ ആണ്, അതുകൊണ്ട് ഇത് എഴുതുന്നില്ല. നെക്സ്റ്റ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് y പ്ലസ് എക്സ് സ്ക്വയർ വൈ ക്യൂബ്, ഇത് അറിയാത്തൊരു ഫംഗ്ഷൻ ആണ്, അതുകൊണ്ട് ഇതും എഴുതുന്നില്ല. ഇനി ഇത് എഴുതി എക്സ് സ്ക്വയർ വൈ ക്യൂബ്. നെക്സ്റ്റ് ഇതും സെയിം ടേം ആണ്, സെയിം ടേം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എഴുതുന്നില്ല. ബാക്കി ഇതല്ലാതെ വേറെ ടേം ഇതിലുണ്ടെങ്കിൽ അതും കൂടി കൊടുത്ത് എഴുതി. ഓക്കെ, വളരെ സിമ്പിൾ. ഓക്കെ, ഇവിടെ വെച്ച് നിർത്തുകയാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ മാക്സിമം പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യാം. അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ. നെക്സ്റ്റ് ക്ലാസ്സിൽ 2 ക്ലാസ്സുകളായിട്ട് നമുക്ക് ഫസ്റ്റ് മോഡ്യൂൾ കംപ്ലീറ്റ് നമ്മൾ വളരെ ലാവിഷ് ആയിട്ട് നമ്മൾ തീർത്തിട്ടുണ്ട്. മാക്സിമം പ്രോബ്ലംസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാം. നിങ്ങൾക്ക് മെറ്റീരിയൽ കിട്ടിക്കഴിഞ്ഞാൽ മാക്സിമം പ്രോബ്ലംസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.